നാട്ടിൽ നിന്ന് നിന്റെ അളിയൻ വിളിച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ആയില്ല. എന്താ പറഞ്ഞത്? നിന്നോട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാശും കൂടി എന്റെ കയ്യിൽ നിന്ന് പോരട്ടാന്നാവും. പിന്നെ ബായ്, പറയണോണ്ടൊന്നും വിചാരിക്കരുത്. അടുത്ത മാസം മുതൽ എനിക്ക് കുറച്ച് ശമ്പളം കൂട്ടിത്തരണം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നീ മുതലാളിയായിട്ട് ഇവിടെ ഇരുന്നോ. നീ എടുക്കണ പണി ഞാൻ എടുക്കാന്ന്. എന്നിട്ട് ഞാൻ നിനക്ക് തരുന്ന ശമ്പളം എനിക്ക് തന്നാ മതി. എങ്ങനെയാണ് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോണതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ഇടയിലാണ് അവൻ്റെ ഒരു ശമ്പള വർധന. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. ഇക്ക എന്തെങ്കിലും ആയോ? നീ പിന്നെയും വന്നാ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഇവിടെ വന്ന് ആയോ എന്ന് ചോദിച്ചോണ്ട് കാര്യമില്ല. ഇവിടുത്തെ തൊഴിൽ മന്ത്രി ഞാനല്ല. ഇവിടെ വന്ന് ചോദിക്കണ മാതിരി ആ കാണുന്ന വലിയ വലിയ ഷോപ്പുകളിലും ഓഫീസുകളിലും പോയി ചോദിച്ചു നോക്ക്, ആരെങ്കിലും എന്തെങ്കിലും പണി തരുമെന്ന്. ഒരു മിനിറ്റ് നിൽക്ക്, ചിലപ്പോൾ നിനക്ക് ഇവിടെ തന്നെ ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല വാപ്പുട്ടിയെ, നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എനിക്ക് തീരുമാനം എടുക്കണമെന്ന്? എന്താണ് ആ തീരുമാനം? അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ തുടരേണ്ടി വരും എന്ന് പറഞ്ഞതാ. അപ്പ കുട്ടിയെ, ആ ചാൻസും പോയി. താൻ ബേജാറാവണ്ടോ. ഗൾഫിൽ എത്തിപ്പെട്ട സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും ആവാതിരിക്കൂല. ബാപ്പുട്ടി, നീ ആ ബംഗാളിനെ കണ്ടുപഠിക്കേ. 1 മിനിറ്റ് വിശ്രമമില്ലാതെയാണ് അവൻ പണിയെടുക്കണത്. നിന്റെ പകുതി ശമ്പളല്ലേ അവനുള്ളത്, എന്നിട്ട് എന്തെങ്കിലും അവൻ പറയണുണ്ടോ? അവൻ ബംഗാളിയില് നിങ്ങളെ പറയണ ചീത്തക്ക് വല്ല കണക്കുണ്ടോ? എന്നെ ചീത്ത പറയേ? അതിന് നിനക്ക് ബംഗാളി അറിയോ? ബംഗാളി ഇങ്ങക്കറിയോ? നിങ്ങളെ സ്വഭാവം വെച്ചു നോക്കിയാൽ ആരും ചീത്ത പറയും. അതിന് പ്രത്യേക ഭാഷന്റെ ആവശ്യമൊന്നുമില്ല. ഏത് ഭാഷ പറഞ്ഞാലും നിങ്ങൾക്ക് ഫിറ്റാവും. ഹലോ, വാലേക്കുമുസ്സലാം. ആരാ? മാഫ് കരോ, ആളെത്തിയിട്ടുണ്ട്, ഞാൻ കൊടുക്കാം. ബാപ്പുട്ടിയെ, നിനക്കാ ഫോൺ. നേരത്തെ വിളിച്ചിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. ഹലോ, വലൈക്കും